എന്താണ് നീ പറയുന്നത്? ഞാൻ നിന്റെ അടിമയാണ്. ഇത് ഇന്നത്തെ പലരുടെയും ഒരു ഡയലോഗാണ്. അടിമത്തത്തിന്റെ ഭീകരത നിലനിന്ന കാലത്ത് ഈ ചോദ്യം ചോദിക്കാൻ പലരും ഭയപ്പെട്ടു. എന്നാൽ ഇന്ന് അടിമത്തത്തിന്റെയും അനുസരണയുടെയും വ്യത്യാസമറിയാതെ പലരും ഈ ചോദ്യം ആവർത്തിക്കുന്നു. അപ്പോൾ എന്താണ് അടിമത്വം? എന്താണ് അനുസരണം? ഇവയുടെ വ്യത്യാസം മനസ്സിലാക്കി ജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വീഡിയോ പൂർണ്ണമായി കാണുക. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അധികാരി അല്ലെങ്കിൽ വലിയ ആള് ചമയാനും കഷ്ടപ്പെടാതെ സമ്പന്നതയിൽ വിലസാനും തൻ്റെ താല്പര്യങ്ങളെല്ലാം ഗതികെട്ടവരിൽ അടിച്ചേൽപ്പിക്കുന്ന നെറികേടാണ് അടിമത്വം. കഷ്ടപ്പാടറിയാതെ വെറുതെ ഇരുന്ന് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറി എന്ന് പലരും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയ മനുഷ്യരുടെ ക്രൂരത ലോകം കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് ശരിയായ അനുസരണം? നമുക്ക് കൂടി വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൂടി രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ അവരുടെ സഹായത്തിന് ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ സാഹചര്യവും ആവശ്യകതയും അത്യാവശ്യവും മനസ്സിലാക്കി ഇത് നമ്മുടെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് പാലിക്കുന്നതാണ് ഒന്നാമത്തെ അനുസരണ. പ്രതിഫലം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് മനസ്സിലാക്കി അനുസരിക്കുന്നതാണ് അനുസരണയിൽ 2. ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയോ വ്യക്തികളോ നമ്മളോട് സഹായം ആവശ്യപ്പെടുമ്പോൾ നമുക്കും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും എന്ന് തിരിച്ചറിഞ്ഞ് സഹജീവികളെ സഹായിക്കുന്നതാണ് അനുസരണയിൽ 3. നമ്മുടെ രക്ഷ നമ്മൾ തിരിച്ചറിയാത്ത സാഹചര്യങ്ങളിൽ അവ മനസ്സിലാക്കി തരാനോ ഓർമ്മപ്പെടുത്താനോ നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നവർ നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നതാണ് അനുസരണയിൽ 4. ചുരുക്കത്തിൽ നമ്മുടെ കൂടി ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ അവരുടെ ആവശ്യം മനസ്സിലാക്കി സഹായിക്കുന്നതും പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും നിലനിർത്തുന്നതിനു വേണ്ടി മറ്റുള്ളവരുടെ വാക്കുകൾ പാലിക്കുന്നതുമാണ് അനുസരണ കൊണ്ടുദ്ദേശിക്കുന്നത്. എന്നാൽ ആരെന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്നത് അനുസരണയല്ല, അത് വിഡ്ഢിത്തമാണ്. തനിക്ക് ദോഷം വരുന്നതോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ നശിപ്പിക്കാനോ തന്നെ കരുവാക്കുന്നതോ ആയ വാക്കുകളെ ഒരിക്കലും അനുസരിക്കരുത്. അത് മണ്ടത്തരമാണ്. നമ്മൾ വിഡ്ഢികളായി മാറാതെ ശരിയായ കാര്യങ്ങളിൽ അനുസരണയുള്ളവരാകണമെങ്കിൽ, അനുസരണയും വിഡ്ഢിത്തവും തിരിച്ചറിയാനുള്ള ബോധം വരണമെങ്കിൽ ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള വിവരം നമുക്ക് വേണം. അതോടൊപ്പം കർത്തവ്യങ്ങൾ പാലിക്കാനുള്ള കഴിവും വേണം. അതായത് ഒരാൾ നമ്മളെ വിഡ്ഢിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ, ശരി തിരിച്ചറിയാൻ അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാൻ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ സത്യം വ്യക്തമാകാത്ത സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധം നൽകാൻ ശരിയായ വിദ്യാഭ്യാസത്തിന് കഴിയും. എന്നാൽ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കൊണ്ട് അത് സാധിക്കില്ല. ശരിയായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നടപ്പിൽ വരണമെങ്കിൽ ജനങ്ങളിൽ വിവരമുള്ളവരെല്ലാം ഒരുമിച്ച് ചേർന്ന് അത്തരം സംവിധാനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. അത് ക്രമേണ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ട കാര്യങ്ങളും ചെയ്യണം. എങ്കിൽ മാത്രമേ ശരിയായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാകൂ. അപ്പോൾ അതൊക്കെ വേഗത്തിൽ പ്രാവർത്തികമാകാൻ ഞങ്ങളുടെ വീഡിയോകളെല്ലാം എല്ലാവരിലേക്കും എത്തിക്കുക.